Hi friends, welcome to DISA. DISA subscribe ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കൊൽക്കത്തയിൽ നിന്നും പാരോ എത്തുന്ന യാത്രയും പിന്നെ പാരോ ടു തിംപു റോഡ് ട്രിപ്പ് ആൻഡ് തിംപുവിലെ തഷി സോങ് കണ്ടിരുന്നു. ആ വീഡിയോ മിസ് ചെയ്തവർ മുകളിലെ കാർഡ് ക്ലിക്ക് ചെയ്ത് എൻജോയ് ചെയ്യാം. ഇനി നമ്മുടെ പാർട്ട് 2 വീഡിയോ. സോ ലെറ്റ്സ് ട്രാവൽ വിത്ത് ദിശ. ഇന്ന് ഡിസംബർ 31. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന മോർണിംഗ് വ്യൂ. സോ ഈ നേരെ കാണുന്ന ഈ സ്ട്രീമിൻ്റെ സൗണ്ട് നമ്മുടെ റൂം വരെ കേൾക്കാമായിരുന്നു. സോ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സൂത്തിങ് ആയിരുന്നു. സമയം ഏകദേശം 10 മണിയായി. ടെമ്പറേച്ചർ അറൗണ്ട് 3 to 4 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഡേയ്ക്ക് വേണ്ടി റെഡിയായി. ആദ്യം പോകുന്നത് നമ്മൾ ഭൂട്ടാൻ കറങ്ങാനുള്ള പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ബുദ്ധ പോയിൻറ്റ്, സിംപ്ലി ഭൂട്ടാൻ, നന്നരി, തിംപു വ്യൂ പോയിൻറ്റ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ബുദ്ധ പോയിൻറ്റിലേക്ക് പോവാം. ആ വഴിയിലുള്ള കാഴ്ചകൾ. നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ബുദ്ധ പോയിൻറ്റിൽ നമ്മൾ റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ബുദ്ധ പോയിന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ബുദ്ധരൂപ ഇൻ ദ ഹോൾ വേൾഡ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ബുദ്ധരൂപൻ കൂടാതെ അറൗണ്ട് 100,000 ബുദ്ധാസ് ഇവിടെ ഉണ്ട്. സോ അതെവിടെയാണെന്ന് വെച്ചാൽ ഈ രൂപത്തിൻ്റെ താഴെ തന്നെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്കും ഓഫറിംഗ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. സോ ഇത് കൺസ്ട്രക്ട് ചെയ്തത് നമ്മുടെ 4th കിങ്ങിൻ്റെ 60th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയായിരുന്നു. ഭൂട്ടാനിലെ ഒരു യോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലൊരു രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഈ ഹോൾ വേൾഡിൽ ബ്ലെസ്സിങ്ങും പീസും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞ്. മാത്രമല്ല ഗുരു പത്മസംഭവ, അതായത് നമ്മുടെ സെക്കൻഡ് ബുദ്ധ എന്ന് പറയപ്പെടുന്നത്, പുള്ളി 8th സെഞ്ച്വറിയിൽ തന്നെ ഇത് പ്രെഡിക്റ്റ് ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ നിന്ന് നമുക്ക് ഈ സദൺ പാർട്ട് ഓഫ് തിംപു മൊത്തം കാണാം. അടിപൊളി വ്യൂ ആണ്. ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു പറ്റിയ സ്ഥലം തന്നെയാണ്. ബുദ്ധ പോയിന്റുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര. നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ സിംപ്ലി ഭൂട്ടാനിലെത്തി. സിംപ്ലി ഭൂട്ടാൻ എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ ലിവിങ് മ്യൂസിയമാണ്. അതായത് ഭൂട്ടാൻ്റെ ട്രഡീഷനും കൾച്ചറൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇവിടെ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് തരും. അതായത് ഇവിടുത്തെ ലോക്കൽ വൈൻ നമ്മൾ ടേസ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല, എന്നാലും നമ്മളത് കഴിച്ചു. അപ്പം ഈ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഭൂട്ടാനിലുള്ള വീടുകളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു മെത്തേഡാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇവർ മണ്ണിങ്ങനെ കുറേ ചവിട്ടി കുത്തി ഈ പാട്ടും പാടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ട് എന്തിനാണ് പാടുന്നതെന്ന് വെച്ചാൽ, ഇവരിങ്ങനെ ചെയ്യുമ്പോൾ താഴെ എന്തെങ്കിലും പ്രാണികളോ ഉറുമ്പോളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പോൾ അവരെ നോവിക്കുമ്പോൾ അവരോടൊരു സോറി പറയുന്ന രീതിക്കാണ് ഈ പാട്ട് തന്നെ പാടുന്നത്. അപ്പം മാത്രമല്ല, ഇത് ചെയ്യുന്നതിൻ്റെ വേറൊരു കാര്യം കൂടുണ്ട്. ഭൂട്ടാനിലെ ആ എക്സ്ട്രീം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ കാണുന്ന ഓരോ കാഴ്ചകളെന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിലെ പഴയ അടുക്കളയിലൊക്കെ കാണുന്ന അതേപോലത്തെ കുറേ സാധനങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അരി പൊടിക്കുന്ന സാധനമൊക്കെ
അപ്പം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 2 ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. മാത്രമല്ല ഓരോ പാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന അതേപോലെ തന്നെയാണ്. എനിക്ക് ആകെ ഒരു വ്യത്യാസം തോന്നിയതെന്ന് വെച്ചാൽ ഈ സുജ മേക്കിംഗ്. നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു സുജ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടീ ആണ്. ഈ കാണുന്ന പോലെ ബട്ടറും സോൾട്ടും വാട്ടറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടഞ്ഞെടുക്കുന്ന ഒരു സ്പെഷ്യൽ ടീ ആണ് ഈ സുജ. ഇവരിവിടെ ഇത് കുടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയായിട്ട് സൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പം നമ്മളത് ട്രൈ ചെയ്തിരുന്നു, അത് സത്യം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി ഗോഡായ ഫാലോസ് ആണ്. അപ്പം ഇതിന് ഭൂട്ടാന് തനിയൊരു ടെമ്പിൾ തന്നെയുണ്ട്. സോ ന്യൂലി മാരീഡ് കപ്പിൾസ് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ള ആർക്കാണെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ കുട്ടികളുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. സോ മാത്രമല്ല ഈ ഫാലോസിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ അവർ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട്. സോ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടും കൂടി ഈ ഫാലോസിനെ അവർ കാണുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ചേട്ടൻ്റെ കുറേ ക്രാഫ്റ്റ് വർക്ക്സ് ആണ്. സോ പുള്ളിയുടെ ഈ വർക്ക്സിൻ്റെ ഒക്കെ എക്സിബിഷൻ ഇവിടെയുണ്ട്. അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഭൂട്ടാൻ്റെ ട്രഡീഷണൽ ഡാൻസാണ്. അപ്പോൾ നമ്മളെല്ലാം സുജയൊക്കെ കുടിച്ച് ഈ ഒരു ട്രഡീഷണൽ ഡാൻസ് നമ്മൾ എൻജോയ് ചെയ്തു. നമ്മളുടെ തിരുവാതിര കളിയൊക്കെ പോലെ തന്നെ ഒരു വെറൈറ്റി ഡാൻസാണ്. ഡാൻസൊക്കെ എൻജോയ് ചെയ്തു. അടുത്തെന്ന് വെച്ചാൽ ഒരു ആർച്ചറി സെഷൻ ആയിരുന്നു. സോ നത്തിങ് ഡിഫറെൻറ്റ്. പണ്ട് ഇവർ ഫുഡൊക്കെ എങ്ങനെയാണ് ഹണ്ട് ചെയ്തതെന്നും പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ ഒരു സ്പെഷ്യൽ ഡാൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മളും അത് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ട്രൈ ചെയ്തു, പക്ഷേ നമുക്കൊന്നും തന്നെ കിട്ടിയില്ല. അതാണ് സത്യം. സിംപ്ലി ഭൂട്ടാൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ടക്കിൻ പ്രിസർവിലേക്കുള്ളതാണ്. ടക്കിൻ പ്രിസർവിലേക്കുള്ള യാത്ര. ടക്കിൻ എന്ന് പറയുന്നത് ഇവിടെ ഭൂട്ടാൻ്റെ നാഷണൽ അനിമലാണ്. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. നമ്മൾ അകത്തേക്ക് പോയില്ല. നെക്സ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിംപുയുടെ വ്യൂ പോയിന്റിലേക്കാണ്. അപ്പം തിംപു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭൂട്ടാനിൽ എവിടെ പോയാലും നമ്മൾ കുറേ കളർഫുൾ ആയിട്ടുള്ള ഫ്ലാഗ്സ് കാണാറുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും അറിയാം. പക്ഷേ ഈ കളർഫുൾ ഫ്ലാഗ്സ് മാത്രമല്ല, കൂടാതെ കുറേ വൈറ്റ് ഫ്ലാഗ്സും കൂടെയുണ്ട്. അപ്പം ഈ കളർഫുൾ ഫ്ലാഗ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രയറും പീസും പ്രോസ്പെറിറ്റിയും ഒക്കെയാണ്. അതുപോലെ ഈ വൈറ്റ് ഫ്ലാഗ്സ് എന്തിനാണ് എന്ന് വെച്ചാൽ ഭൂട്ടാനിലുള്ള ഏതെങ്കിലും ആൾക്കാർ മരിക്കുവാണെങ്കിൽ അവരുടെ സോള് പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇതുപോലുള്ള ഹയസ്റ്റ് പോയിൻറ്റ്സിലേക്കെല്ലാം വന്ന് അവരത് ഹോസ്റ്റ് ചെയ്യും.
വ്യൂ പോയിന്റ് തിമ്പുയുടെ മേജർ പാർട്സും നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല അവിടെ സമ്മർ ടൈമിലെ പാഡി ഫീൽഡ്സും എല്ലാം ഇവിടെ നമുക്ക് കാണാം. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നന്നറിയിലേക്കാണ്. സോ നന്നറി എന്ന് പറയുന്നത് ഫീമെയിൽ മോങ്സ് പ്രെയർ ചെയ്യുന്ന സ്ഥലമാണ്. നന്നറിയിൽ നമുക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. സോ കുറച്ച് ഫോട്ടോസ് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 3 മണിയായി. ടെമ്പറേച്ചർ അറൗണ്ട് 5 to 6 degrees Celsius ഉണ്ട്. നമ്മളിപ്പോൾ നേരെ ഇനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് തിമ്പു ടൗണിലൊരു ചെറിയൊരു കറക്കം, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സമയം ഒരു 5 o'clock ആയി. ഇപ്പോൾ തന്നെ ടെമ്പറേച്ചർ ചെറുതായിട്ട് റെഡ്യൂസായി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോകുന്നു, ഫ്രഷായി ഡിന്നർ കഴിക്കുന്നു. അപ്പം ഡിന്നർ കഴിഞ്ഞതും നമ്മളെ ന്യൂ ഇയർ സെലിബ്രേഷനാണ്. ഇന്ന് January 1st, 2020. ഇന്നത്തെ കാഴ്ചകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത്, പുനാക്ക. മാത്രമല്ല ഭൂട്ടാൻ്റെ ഹയസ്റ്റ് പോയിൻ്റായ ഡോച്ചില പാസ് പ്ലസ് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. So please stay tuned and do subscribe our channel. Thank you.